അടുത്ത മാസം ഇവിടെ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന ഓസ്ട്രേലിയ അർജൻറ്റീന മാച്ചും മെസ്സി അദ്ദേഹത്തിൻ്റെ വിസിറ്റിനോടനുബന്ധിച്ച് ഒരു റിവ്യൂ മീറ്റിംഗ് നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് എല്ലാ വകുപ്പിൻ്റെ ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് പ്രധാനപ്പെട്ട വകുപ്പുകാർ ചെയ്യേണ്ട എല്ലാ ജോലികൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ബാക്കി എന്തെങ്കിലും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോർഡിനേഷൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനും മറ്റ് പോലീസ് വകുപ്പ് എടുത്തിട്ട് ചെയ്യുന്നുണ്ട്. മിക്കവാറും ഈ മാസ അവസാനത്തോടുകൂടി ഇതിനാവശ്യമുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തീർക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സർ, ഇതിൽ കാണികളുടെ എണ്ണമാണ് ഏറ്റവും പ്രധാനം. 1,00,000 കാണികളെ പ്രവേശിപ്പിക്കുമെന്നാണ് സംഘാടകർ പറയുന്നത്. അത്രത്തോളം സെക്യൂരിറ്റി ഇവിടെ ഉണ്ട്. എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അപ്പോൾ അതാണ് ഏകദേശം 50,000 ഉണ്ടാവും എന്നതാണ് ഇവർ ഇന്നുകൂടെ പറഞ്ഞത്. ഒരു വിദഗ്ധ സംഘമാണ് ഇത് നോക്കി അതിൻ്റെ സ്റ്റേഡിയത്തിൻ്റെ സ്റ്റെബിലിറ്റി അതെല്ലാം വെരിഫൈ ചെയ്തിട്ട് എത്ര പേരെ നമുക്ക് അനുവദിക്കാൻ പറ്റും എന്നത് അവർ തീരുമാനിക്കുന്നുണ്ട്. അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഏകദേശം 50,000 ആൾക്കാരുണ്ടാവും. നമ്മൾ അതിനാവശ്യമുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. നഗരത്തിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. അവരുടെ സുരക്ഷ അത്തരം കാര്യങ്ങൾ അല്ല, അതൊക്കെ നമ്മൾ അകത്തേക്ക് വരുന്ന വാഹനങ്ങൾ ക്രമീകരിക്കാനും മറ്റ് ഈ ടിക്കറ്റ് എടുത്ത ആൾക്കാരെ മാത്രമേ അകത്ത് ഇവിടെ സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ അങ്ങനെ താങ്ങാൻ പറ്റാത്ത ആൾക്കാർ കൂടി ഇവിടെ സ്റ്റേ ചെയ്യാനാണോ നിങ്ങൾ പറയുന്നത്? അതിന്റെ ഇരട്ടി ആൾക്കാർ മിക്കവാറും പുറത്ത് കാണും. മെസ്സിനെ കാണാൻ സ്വാഭാവികമായിട്ടും വരും. അത്രയും വലിയൊരു ക്രൗഡിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയും? അപ്പോൾ അത് നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദ്ദേശിച്ചത് എന്നെ ഡിസ്കസ് ചെയ്തത് കുറേ ഗ്രൗണ്ടുകളിൽ സ്ക്രീൻ വെച്ചിട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുമോ എന്നത് ഒന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നടത്തുന്ന ആൾക്കാർ കൂടെ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം കൂടി സാർ, ഫാൻ ഷോ നടക്കാനുള്ള സാധ്യത പറഞ്ഞിരുന്നു. അതിനുള്ള സാധ്യതയുണ്ടോ? ഒരു നിശ്ചിത സ്ഥലത്ത് നിന്ന് മെസ്സി റോഡ് മാർഗം അങ്ങനെയുള്ള സാധ്യത പോലീസ് ചർച്ച ചെയ്തിരുന്നു. അതെ, ഫാൻ ഷോയുടെ കാര്യത്തിൽ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ആവശ്യമുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മൾ ചെയ്തു വരുന്നുണ്ട്. സാർ പോലീസ് പ്രതീക്ഷിക്കുന്ന ഏതാണ്ട് ഫോഴ്സ് എത്രത്തോളം വേണ്ടി വരും ഈ ഒരു മാച്ചിന്? അതിപ്പോൾ പറയാൻ പറ്റില്ല. നമുക്ക് കുറച്ചുകൂടി വർക്കൗട്ട് ചെയ്തിട്ട് മാത്രമേ പറയാൻ സാധിക്കും. ആവശ്യമുള്ള ഫോഴ്സ് ഉണ്ടാവും. ഫോഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ മതിയായ ടെക്നോളജിയുടെ കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കും. CCTV സംവിധാനം, ഡ്രോണിൻ്റെ സംവിധാനം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. കൂടാതെ ബാരിക്കേഡ്സ് ചെയ്യും. സോ ഇതെല്ലാം ഉള്ള സാഹചര്യത്തിൽ നമുക്ക് മതിയായ ഫോഴ്സ് കിട്ടുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്.